ഹലോ ലേണേഴ്സ്, എൻ്റെ പേര് അരുൺ കുമാർ. ICS ഇന്ത്യ IT എഡ്യൂക്കേഷൻ ഗ്രൂപ്പിലെ അക്കൗണ്ട് ഫാക്കൽറ്റിയാണ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്ന ടാലി പ്രൈം, ടാലിയുടെ പുതിയ വേർഷനായ ടാലി പ്രൈമിനെ കുറച്ച് ഇൻട്രൊഡക്ഷൻസ് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ടാലി പ്രൈം? പുതുതായിട്ട് ടാലി ലോഞ്ച് ചെയ്ത അവരുടെ ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ് ടാലി പ്രൈം. കഴിഞ്ഞ സെക്ഷൻ വരെ ടാലി ERP9 ആയിരുന്നു അക്കൗണ്ടിങ് മേഖലയിൽ ടാലി റൺ ചെയ്തിരുന്നത്. അപ്പോൾ ഈ ടാലി ERP9 ടാലി പ്രൈമും തമ്മിൽ ഇഷ്ടം പോലെ ലോട്ട്സ് ഓഫ് ഡിഫറൻസ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ആ ടാലിയുടെ കളർ തന്നെ നമുക്ക് അവിടെ ചേഞ്ച് വന്നിട്ടുണ്ട്, ഓപ്ഷൻസ് ചേഞ്ച് വന്നിട്ടുണ്ട്. അതേപോലെ നോക്കി നോക്കൂ, നമുക്ക് കമ്പനിയുടെ ഫീച്ചേഴ്സ് അവൈലബിൾ ആയ ഷോർട്ട് കീസ് മാറ്റേഴ്സ് ഒന്നും ഇതിനകത്ത് വന്നിട്ടില്ല. അതേപോലെ തന്നെ കമ്പനി, ഡാറ്റ, എക്സ്ചേഞ്ച്, അങ്ങനെ അഡീഷണൽ ഡാറ്റാസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് ഓൾറെഡി വന്നിട്ടുണ്ട്. കമ്പനി ക്രിയേഷൻ മുതൽ തന്നെ, അതായത് ടാലിയുടെ A to Z, എ എന്നൊരു ഓപ്ഷൻ മുതൽ Z എന്നൊരു ഓപ്ഷൻ വരെയുള്ള എല്ലാ ഫീച്ചേഴ്സിലും ടാലി അവരുടെ മികവറ്റ ഒരു ഫീച്ചേഴ്സ് തന്നെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ കമ്പനി ക്രിയേഷൻ തന്നെ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ Alt F3 ഉപയോഗിച്ചോ അല്ലെങ്കിൽ കമ്പനി എന്ന ഓപ്ഷനിലെ ക്രിയേറ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് കാണാം. അപ്പോൾ ഓൾറെഡി ഒരു ക്രിയേറ്റ് ചെയ്തൊരു ഡെമോ കമ്പനി ഞാനിവിടെ കാണിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും ഈ ടാലി പ്രൈമിലൂടെ തന്നെ. അതേപോലെ തന്നെ നമുക്ക് ടാലി പ്രൈമിലൂടെ ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതിൽ അക്കൗണ്ട്സ് ഇൻഫോ, ടാലി ERP9 അക്കൗണ്ട്സ് ഇൻഫോ എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ക്രിയേറ്റ് എന്നൊരു ഓപ്ഷനാണ്. അപ്പോൾ അവിടെ ക്രിയേറ്റ് എന്ന ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഗ്രൂപ്പ്, ലെഡ്ജേഴ്സ്, കറൻസി, വൗച്ചർ ടൈപ്പ്, സ്റ്റോക്ക് റിലേറ്റ് ചെയ്തത്, GST റിലേറ്റ് ചെയ്തത്, സ്റ്റാറ്റ്യൂട്ടറി ഡീറ്റെയിൽസ് എന്നീ സെക്ഷനൊക്കെ അവിടെ നമുക്ക് ക്രിയേറ്റ് എന്നൊരു ഓപ്ഷൻ എടുത്ത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ആൾട്ടർ മീൻസ് പറയും എഡിറ്റ് ഓർ മോഡിഫൈ, നമ്മൾ ചെയ്ത് വെച്ച കാര്യങ്ങൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ അക്കൗണ്ടിംഗ് മാസ്റ്റേഴ്സിലോ ഇൻവെന്ററി മാസ്റ്റേഴ്സിലോ സ്റ്റാറ്റ്യൂട്ടറി ടാക്സേഷൻ സെക്ഷൻസിലോ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ നമുക്ക് ഇവിടെ ആൾട്ടർ എന്നൊരു ഓപ്ഷനും, ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ദെൻ ഗ്രൂപ്പ്, വൗച്ചേഴ്സ്, ലെഡ്ജേഴ്സ്, P3 ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഡേ ബുക്ക് എന്നൊരു ഓപ്ഷൻ തന്നെ നമുക്ക് ട്രാൻസാക്ഷന്റെ അണ്ടറിൽ തന്നെ ഡേ ബുക്ക് എന്നൊരു ഓപ്ഷൻ തന്നെ തന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ ഡേ ബുക്ക് എടുക്കുന്ന ഡിസ്പ്ലേ ഡേ ബുക്ക് എന്നൊരു ഓപ്ഷനാണ്. പക്ഷെ നമ്മുടെ മെയിൻ വിൻഡോയിൽ തന്നെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ഡേ ബുക്ക് എന്ന് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ GST ഓപ്ഷൻസിലും F11 ഫീച്ചേഴ്സിലും നമുക്ക് അക്കൗണ്ട് ഫീച്ചേഴ്സ്, ഇൻവെന്ററി ഫീച്ചേഴ്സ് ഒരൊറ്റ പാക്കേജായി തന്നിട്ടാണ്. മറ്റത് F11 F1 അക്കൗണ്ടിംഗ് ഫീച്ചേഴ്സ്, F11 F2 ഇൻവെന്ററി ഫീച്ചേഴ്സ്, F11 F3 സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സേഷൻ ഫീച്ചേഴ്സ് ആണ് നമുക്ക് ടാലി ERP9 നിലവിലുണ്ടായിരുന്നത്. പക്ഷേ ഈ ടാലി പ്രൈമിൽ വന്നിരിക്കുന്ന F11 ഫീച്ചേഴ്സ് തന്നെ അക്കൗണ്ട്സും ഇൻവെന്ററിയും ടാക്സേഷനും നമുക്ക് ഒരുമിച്ച് ഇവിടെ അസൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമുക്കിവിടെ കോസ്റ്റ് സെന്റേഴ്സ്, കോസ്റ്റ് കാറ്റഗറീസ് ആക്ടിവേഷൻ ചെയ്താൽ നമുക്ക് ആക്ടിവേഷൻ ചെയ്യുന്ന വേറെ സെക്ഷനാണ്. അതേപോലെ തന്നെ നമ്മൾ ടാലിയിൽ പർച്ചേസ് ഓർഡറും സെയിൽസ് ഓർഡറും ടാലി പ്രൈമിൽ നമുക്ക് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഓക്കെ, സാധാരണ Alt F4 എന്നത് നമ്മൾ പർച്ചേസ് ഓർഡർ ഉപയോഗിച്ചാൽ, സാധാരണ ടാലി ERP9 നമ്മൾ Alt F4, പക്ഷേ ടാലി പ്രൈമിൽ Alt F4 ഉപയോഗിച്ച് ക്വിറ്റ് ക്ലോസ് ചെയ്യാനൊരു വിൻഡോ വരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ടാലി പ്രൈമിൽ പർച്ചേസ് ഓർഡറിന് ഉപയോഗിക്കുന്ന ഷോർട്ട് കീ Ctrl F4 അതേപോലെ തന്നെ Ctrl F5 ആണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഈ ടാലി പ്രൈമിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ICS IT ഇന്ത്യ എഡ്യൂക്കേഷൻ ഗ്രൂപ്പായിട്ട് കോൺടാക്ട് ചെയ്യുക. ടാലി എന്ന കോഴ്സ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈ ടാലി കറന്റ് വേർഷനായ ടാലി പ്രൈമിനെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കാൻ സാധിക്കും. താങ്ക് യു ഫോർ